അനോട്ടിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് കെയറിങ് ആണ്. എനിക്ക് ഈ പേര് ഇടാൻ ഈ ഇങ്ങനെ അമൃത എന്നുള്ള പേരിട്ടത് തന്നെ ഏട്ടനാണ്. ഏട്ടൻ ചൂസ് ചെയ്ത പേരാണ് എനിക്ക് ഇട്ടിട്ടുള്ളത്. പിന്നെ അതുപോലെ ചേച്ചീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. പിന്നെ നല്ല പാട്ട് പാടും, നല്ലോണം പാട്ട് പാടും. ചേച്ചി വീട്ടിൽ വരുമ്പോൾ കുറേ എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്, അവിടെ പോകണം ഇവിടെ പോകണം എന്നുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ നടക്കാൻ പോകണം എന്നുള്ളത് വളരെ സന്തോഷമുണ്ട്. പിന്നെ അവനില്ലാണ്ട് എനിക്ക് പറ്റില്ല, അതാണ് സത്യം പറഞ്ഞാൽ. അറിയില്ല എനിക്ക് എന്താ പറയണ്ടെന്നുള്ളത് അറിയില്ല. അനോട്ടനില്ലാണ്ട് എനിക്ക് ഒട്ടും പറ്റില്ല. വേറെ അച്ഛനെ പോലെ തന്നെയാണ് എനിക്ക്. ഏട്ടനില്ലാണ്ട് എനിക്ക് ഒട്ടും പറ്റില്ല. ഞാൻ ജീവിക്കില്ല, ഏട്ടൻ അത്ര ഇഷ്ടമാണ്. ഞങ്ങളുടെ കുഞ്ഞനിയനാണ് അനു. അനുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങളുടെ കുട്ടിക്കാലത്തെ കുറിച്ചാണ് ഓർമ്മ വരുന്നത്. ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു വെക്കേഷന് വേണ്ടിയിട്ട്. അനു അമ്മു ഒക്കെ കൂടി വന്നിട്ട് വീട്ടില് ഭയങ്കര ബഹളവും കളിയൊക്കെയാണ് ആ സമയത്ത്. പിന്നെ പോകുമ്പോഴാണ് ഭയങ്കര വിഷമവും കരച്ചിലും ഒക്കെയാണ്. ആകെ സെന്റിമെന്റൽ ആവും. അവന്റെ ചെറുപ്പത്തില് കുട്ടി കൃഷ്ണനായിട്ട് മുടി ഇവിടെയൊക്കെ ഇങ്ങനെ കെട്ടി കണ്ണൊക്കെ എഴുതി അങ്ങനെയൊക്കെയായിരുന്നു കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടായിരുന്നു കറുത്ത പെണ്ണെ, നമ്മുടെ തേന്മാവിൻ കൊമ്പത്തിലെ പാട്ട്. എല്ലാവിധ ആശംസകളും പുതിയ ജീവിതത്തിലേക്ക് എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. సదా నన్ను నడిపే నీ చెలిమే పూదారై నిలిచే ప్రతి మలుపు ఇకపై స్వాగతమై నా పేరే పిలిచే ఇదే కోరుకున్న. ശ്രീകുട്ടിയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞങ്ങളെല്ലാവരും മ്യൂസിക് വഴി ഫ്രണ്ട്സായ ആൾക്കാരാണ്. ശ്രീകുട്ടിയെ കിട്ടാൻ അനുജത്തിനും ഒരുപാട് ഭാഗ്യമുണ്ട്. അനുജത്തിനെ കിട്ടാൻ ശ്രീകുട്ടിക്ക് ഒരുപാട് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അവർ രണ്ടുപേരും എല്ലാ കാലത്തും ഇതുപോലെ സന്തോഷത്തോടുകൂടി ഒരുപാട് നാള് എല്ലാ സൗഭാഗ്യത്തോടും ജീവിക്കട്ടെ. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ മ്യൂസിക് വഴിയുള്ള ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഫാമിലി ആയതുകൊണ്ട് തന്നെ നമ്മളൊരു പാട്ട് ശ്രീകുട്ടിക്ക് വേണ്ടിയിട്ട് പാടി ഡെഡിക്കേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. കണ്ണിനുകിൽ കൂടി ചുറ്റി പൊൻവേലിൻ മിന്നുകെട്ടി സുന്ദരിയാ സുമംഗലിയാ പടിയിറങ്ങാ നീയൊരുങ്ങി ക്ഷണികമല്ലേ എന്നെന്നും നീ ക്ഷണികമല്ലേ എന്നെന്നും നീ കൊമ്പിലേറാ പാടി ചിങ്കാരി. ഓൾ ദ ബെസ്റ്റ് ശ്രീകുട്ടി, ഓൾ ദ ബെസ്റ്റ്, കൺഗ്രാറ്റുലേഷൻസ്. ലക്ഷ്മി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുവരെയുള്ള റിലേഷനിൽ ഞാൻ ഒരുപാട് അവളെ വഴക്ക് പറഞ്ഞിട്ടും അവളോട് എനിക്ക് വരുന്ന എൻ്റെ ഷിപ്പിംഗ് ലൈഫിൽ വരുന്ന സ്ട്രെസ്സും എല്ലാം ഞാൻ അവളോട് ദേഷ്യപ്പെട്ട് തീർത്തിട്ടും പക്ഷെ അതൊന്നും അവളെന്നെ മനസ്സിലാക്കി. അതൊന്നും അവൾ കാര്യമായിട്ട് എടുക്കാതെ അവൾ എൻ്റെ ടെൻഷൻ കൊണ്ടാണ് പറയുന്നത് മനസ്സിലാക്കി അവൾ എന്നോട് ദേഷ്യപ്പെടാതെ തിരിച്ച് എന്നോട് ഇതുവരെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ഭയങ്കര സപ്പോർട്ടീവായി എൻ്റെ കൂടെ തന്നെ അവൾ നിന്നിട്ടുണ്ട്. ഇനിയുള്ള കാലം ഞാൻ അവളെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് നിൽക്കണം എന്നാണ് എൻ്റെ. ഞാനും
ലക്ഷ്മിയും റിലേഷനിലാവണത് ഞാൻ 3rd ഇയർ പഠിക്കുമ്പോഴാണ് എഞ്ചിനീയറിങ്ങിന്. അന്ന് അവള് ഒരു മാസം കഴിഞ്ഞ് പറയാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു എക്സാം ഞാൻ എഴുതാതെ എൻ്റെ ഹോസ്റ്റലിൽ ഇരുന്നുണ്ട്. അങ്ങനെ എനിക്കത് അരിയർ അടിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു വിഷമത്തിൻ്റെ അവളെ ഓക്കെ എന്ന് പറഞ്ഞപ്പോഴുള്ള സന്തോഷം എത്രയോ മേലായിരുന്നു. അതുപോലെ ഒരു പാട്ടിലൂടെ പറഞ്ഞു. പ്രണയ സൗഗന്ധികങ്ങൾ ഇതളിരുന്ന കാലം, ഹൃദയ സങ്കീർത്തനങ്ങൾ ശ്രുതി പകർന്നു